രാധേ, 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 നിക്ക് നിക്ക് രാധേ. ഈശ്വരനെ ഓർത്ത് തടയരുത്, ഞങ്ങൾ പൊയ്ക്കോളാം. എവിടേക്ക്? ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടാവും തുണയ്ക്ക്. ഇനി അത് മതി. അതേ ഈശ്വരന് നിങ്ങൾ എന്റെ അടുത്തേക്ക് എത്തിച്ചത്. അല്ല, ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല. കണ്ടിട്ടെന്റെ മകളാ അത്. അത് മാത്രം ഓർത്താ മതി. എന്റെ മകളാ മണിക്കുട്ടി, അത് ഞാൻ ഓർക്കണ്ടേ? വേണ്ട, കാവ്യം മുത്തും മാത്രമേ ഉള്ളൂ കണ്ണേട്ടന്റെ ജീവിതത്തിൽ. എന്നെ എന്റെ മോളെ മറന്നേക്ക്. പറ്റില്ല, നീ മണിക്കുട്ടി എങ്ങിതാ. ഇല്ല, വേണ്ട. എനിക്ക് മതിയായി കണ്ണേട്ട, ശരിക്കും മതിയായി. സാരമില്ല, നമ്മളെല്ലാരും ഒരിടത്ത് തന്നെ കഴിയണം. പരസ്പരം സ്നേഹിച്ചും ആശ്വസിപ്പിച്ചും സഹായിച്ചും നമ്മുടെ മരണം വരെ. മാരാധേ, ഔട്ട് ഹൗസിലേക്ക് പൊയ്ക്കോ, അതോ ഞാൻ കൂടി വരണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ആരെങ്കിലും ഉണർന്നു വന്ന് കണ്ട പ്രശ്നമാവില്ലേ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമിച്ചേക്ക്. മോളിങ്ങ് തന്നേക്ക്. കൃഷ്ണ, പാല് തന്ന കൈക്ക് തന്നെ കൊത്തുന്ന സർപ്പമാണ് നീയെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടും എന്റെ മോള് വിശ്വസിച്ചില്ല. അത് അവളുടെ വിഡ്ഢിത്തരം. അമ്മേ, വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് കാര്യം അറിയാനാടാ? ജോലിക്കാരിയുടെ മോളെയും തോളിലിട്ട് നട്ടപ്പാതിരിക്ക് നീ ഹരികഥ പറയാൻ പോവാണെന്നോ? എന്തായാലും ഒളിച്ചോട്ടം മുടക്കണ്ട. പക്ഷേ അതിനു മുൻപ് നിന്റെയൊക്കെ തനി ഗുണം എന്റെ മകള് കാണട്ടെ. നോക്ക് കാവ്യ, നിനക്ക് കണ്ണിറയെ കാണാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയാ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഉറക്കമില്ലാതെ കിടന്ന ഞാൻ മുറ്റത്ത് ആൾപെരുമാറ്റം കേട്ട് നോക്കിയതുകൊണ്ട് കൈയോടെ പിടികിട്ടി. അമ്മ വെറുതെ അനാവശ്യം പറയല്ലേ. ഞാൻ പറയുന്നതാണോടി, നിന്റെ ഭർത്താവ് കാണിച്ചതല്ലേ? കൃഷ്ണ എന്നോട് പറയാതെ ഒരു കാര്യവും ചെയ്യില്ലമ്മേ. കാവ്യ, കാവ്യ എഴുന്നേൽക്ക്. എന്താ കൃഷ്ണ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? രാധികയും മോളും ബാഗും എടുത്ത് ഇറങ്ങി പോകുന്നു. എന്താ പറഞ്ഞേ? ഗേറ്റ് തുറന്ന് അവര് പോകുന്നത് ഞാൻ കണ്ടു. എങ്ങോട്ട്? നമുക്ക് പോയി ചോദിക്കാം. ഈ രാത്രിയില് തനിച്ചു പോയ അപകടമാണ്. വേണ്ട, നീ ഇവിടെ ഇരിക്ക, ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. നീ ഇവിടെ ഇരിക്ക. എന്തെങ്കിലും ഒരു സാഹചര്യത്തില് കൃഷ്ണ എന്നോട് പറയാതെയായിരുന്നു പോയിരുന്നതെങ്കിൽ അമ്മ പറഞ്ഞ ഈ അപഖ്യാദികൾക്ക് മുഴുവൻ ഞങ്ങള് സമാധാനം പറയേണ്ടി വരില്ലായിരുന്നോ? അമ്മ വിചാരിച്ച എനിക്ക് കൃഷ്ണയിലുള്ള വിശ്വാസത്തെയും മാറ്റാൻ പറ്റില്ല. നോക്കാം, വഴി വെട്ടിയവര് തന്നെ വടി വെട്ടുന്ന കാലം വരും കാവ്യ. എവിടെ പോയതായിരുന്നു രാധിക? ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. മുത്ത് അങ്ങനെയൊക്കെ പറയുകയും പെരുമാറുകയും ചെയ്തതുകൊണ്ടാണോ? അതൊന്നും കാര്യമാക്കണ്ട. കൃഷ്ണ വാ, നമുക്കിവരെ ഔട്ട് ഹൗസിലാക്കാം. വേണ്ട, മോളിങ്ങ് തന്നാ മതി, ഞാൻ പൊയ്ക്കോളാം. ഹലോ. ഹലോ രാധേ. എന്തിനാ കണ്ടിട്ട് ഈ സമയത്ത് വിളിച്ചത്? ഞാൻ കിച്ചണിലാ. ആരെങ്കിലും വന്നാലും
ഒരു അത്യാവശ്യ കാര്യം പറയാനും വിളിച്ചത്. നീ ഫോൺ വെക്കല്ലേ. ഇന്ന് 4 മണിക്ക് ഞാനൊരു ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങണം. ഞാനിവിടെ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിൽക്കാം. ഹലോ, നീ കേൾക്കുന്നുണ്ടോ? ഞാൻ പിന്നെ വിളിക്കാം. ആരെയാ വിളിച്ചത്? അത് അകന്നൊരു ബന്ധുവാ, നാട്ടിൽ നിന്ന്. മോൾക്ക് എന്താ വേണ്ടത്? ചോക്ലേറ്റ് മിൽക്ക് വേണോ? ഇപ്പൊ തരാം. ഒരു നമ്പർ അടക്കിയാലോ? വെറുതെ ഇവരെ പിണക്കണ്ട. അതേസമയം ആരും അറിയാതെ മണിക്കുട്ടിക്ക് പണി കൊടുക്കാം. ദാ മോളെ, ആന്റിയോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ക്ഷമിച്ചേക്കണേ. മിടുക്കി, എന്റെ മോള് മിടുക്കിയോ കേട്ടോ. മോൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. നീ പിണങ്ങിയിരിക്കുകയാണെന്ന് കരുതി ഇന്നലെ രാത്രി രാധിക എന്താ ചെയ്തെന്നറിയോ? മണിക്കുട്ടിയെ എടുത്ത് വീട് വിട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. ഓ, ശല്യങ്ങള് പോയാ മതിയായിരുന്നു. കൃഷ്ണ പോയി തിരികെ വിളിച്ചോണ്ട് വന്നതാ പാതിരാത്രിയില്.